ഒരു ദിവസം പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളെല്ലാം യാത്ര കഴിഞ്ഞപ്പോൾ റൂമിൻ്റെ വാതിക്കെ ഒരു കാർഡ് കിടക്കുന്നു. ഞാൻ ആ കാർഡ് എടുത്ത് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് നല്ലൊരു പെണ്ണിൻ്റെ പടം, പിന്നെ ഫോൺ നമ്പർ. അപ്പോൾ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു ആൾ നോക്കിച്ച് പറഞ്ഞു, ഈ ഫോണിൽ വിളിച്ചാൽ ആ പെണ്ണിഞ്ഞ് വരുമെന്ന്. സ്ത്രീകളെ വന്നിട്ട് ക്ലബിനകത്തോട്ട് എന്നെ ഇങ്ങനെ വിളിച്ചെന്ന് കയ്യാൽ. പക്ഷെ അവരുടെ ഒരു അനുഭവം എന്ന് പറയുന്നത് എൻ്റെ കൂടെ എന്നെക്കാൾ ചെറുപ്പക്കാരായ പിള്ളേർ, പക്ഷെ ആ പിള്ളേരെ അവർ വിളിച്ചില്ല. പാരച്ചൂട്ടങ്ങ് മുകളിൽ ഇങ്ങനെ നിൽക്കും, നമ്മളതേലും ഇങ്ങനെ ഊഞ്ഞാല ഇരിക്കുന്ന പോലെ ഇരുന്ന് ആ കടൽ വഴി പോകും. ഇത് ഇടയ്ക്ക് കാറ്റിൻ്റെ ഗതി മാറിക്കഴിഞ്ഞാൽ ഇത് താഴെ വീഴും. അമേരിക്കയിലാണെങ്കിൽ അവരുടെ പാർലമെൻറ്റിൻ്റെ കോമ്പൗണ്ടിനകത്ത് നമുക്ക് കയറാം. ഇന്ത്യൻ പാർലമെൻറ്റ് കാണിക്കാൻ കൊണ്ടുപോയാൽ ദൂരെ നിർത്തിയിട്ട് 2 കിലോമീറ്റർ ദൂരെ അതേ ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് കാണിക്കത്തുള്ളൂ. എൻ്റെ പേര് രാജൻ പി കെ. എൻ്റെ സ്ഥലം കോട്ടയം ജില്ലയിലെ കങ്ങഴ പഞ്ചായത്ത്. എനിക്ക് പപ്പട വ്യവസായമാണ് ജോലി. അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് ഞാൻ 41 രാജ്യങ്ങൾ പോകാൻ എനിക്ക് കഴിഞ്ഞു. അതിൻ്റെ വിശേഷങ്ങളാണ് ഞാനിപ്പം ഇവിടെ പ്രേക്ഷകരുടെ പിന്നെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. 2006, 2008 ഈ കാലഘട്ടത്തിലാണ് ഞാൻ ചെറിയ തോതിൽ പപ്പട വ്യവസായം നടത്തിയത്. അതിൽ ഞാൻ 5 കിലോ മാവ് കൊണ്ടുവന്ന് മുറത്തിയിട്ട് കൈകൊണ്ട് കുഴച്ച് അത് കല്ലേ വെച്ച് ഇടിച്ച് പഞ്ഞു പോലാക്കി പപ്പടാക്കി കൊടുക്കുക. അപ്പം നമുക്ക് ഒരു 5 കടയിലാണ് ഞാൻ വിറ്റുകൊണ്ടിരുന്നത്. അത് 2015, 2016 ആയപ്പോഴത്തേക്ക് ആധുനിക മിഷൻ മേടിച്ച് അത് 500 കിലോ 1000 കിലോ വരെ പപ്പടം ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. അതൊരു 5 ജില്ലയിലായിട്ട് പോയി ചെറിയൊരു വണ്ടി മേടിച്ച് ഇങ്ങനെ വിൽക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് വരുമാനം കൂടുതൽ കൈ വന്നപ്പോൾ ആദ്യം ചെറിയ വരുമാനം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ചെറിയ ചെറിയ യാത്രകളാണ് ഇന്ത്യക്കകത്തും നമ്മുടെ കേരളത്തിനകത്തും മൈസൂറ്, ബാംഗ്ലൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിലും പിന്നെ ഡൽഹി, ആഗ്ര, ജയ്പൂർ, ഇങ്ങനെ കുളു, മണാലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയായിരുന്നു. അത് കഴിഞ്ഞ് അത് ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ് പോയത്. അങ്ങനെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ പപ്പടം വ്യവസായത്തിൽ നിന്ന് ഇങ്ങനെ വിദേശ രാജ്യത്തോട്ട് പോകാനുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഞാനിങ്ങനെ പിന്നെ പപ്പടം ഉണ്ടാക്കുക ഇച്ചിരി വർദ്ധിച്ചു വന്നപ്പോൾ വരുമാനം കൂടുതൽ കൈ വന്ന് അനുസരിച്ച് ആദ്യമായിട്ട് 2018 ചൈനയിൽ പോകാൻ കഴിഞ്ഞു. ചൈനയിൽ ചെല്ലുമ്പം അവിടുന്ന് ഞങ്ങൾ ടൂർ പാക്കേജിലാണ് പോകുന്നത്. ഞങ്ങൾ 37 പേരുണ്ടായിരുന്നു. അവിടെ ചെന്ന് ബീജിങ്ങിൽ ചെന്ന് ഇറങ്ങുന്നു. അവിടെ നമ്മളൊരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചുകൊണ്ടാണ് അവിടുത്തെ ആഹാരം എന്ന് പറഞ്ഞാൽ ചൈന ഫ്രൈഡ് റൈസ്. മിക്കവാറും നമ്മുടെ ആദ്യമായിട്ട് നല്ല യഥാർത്ഥ ഫ്രൈഡ് റൈസ് അവിടെ നിന്നാണ് കഴിക്കുന്നത്. ചൈനയിലെ ഹോട്ടലിലുണ്ടായിരുന്നു. അവന് എല്ലാ ആഹാരവും അവിടെ ഉണ്ട്. അവിടുന്ന് പിന്നെ അവിടെ നിന്നാണ് ആ ഹോട്ടലിൽ താമസിച്ചുകൊണ്ടാണ് നമ്മൾ വൻമതിൽ കാണാൻ പോകുന്നതും. അവിടുന്ന് പിന്നെ പിറ്റേ ദിവസമാണ് ഷാങ്ഹായിലോട്ട് ബുള്ളറ്റ് ട്രെയിനെ യാത്ര തുടങ്ങുന്നതും. ബുള്ളറ്റ് ട്രെയിനിലെ യാത്രയെന്ന് പറയുന്നത് ആ റെയിൽവേ സ്റ്റേഷൻ ചെല്ലുന്നത് നമ്മൾ വിമാനത്താവളത്തിൽ പോകുന്നില്ല, നമ്മുടെ എല്ലാം നല്ല ചെക്കിംഗ് ആണ്. നമ്മളെ പെട്ടിയെല്ലാം പരിശോധിച്ചിട്ടാണ് ബുള്ളറ്റ് ട്രെയിനെ നമ്മളെ യാത്രയിൽ അവർ കയറ്റുന്നത്. അങ്ങനെ ആ ബുള്ളറ്റ് ട്രെയിനിലെ യാത്ര നല്ല സുഖം യാത്രയാണ്. ട്രെയിനിലെ യാത്ര 2 ചൈനയുടെ ഗ്രാമങ്ങളൊക്കെ കണ്ടാൽ അങ്ങോട്ട് നമ്മൾ ബുള്ളറ്റ് ട്രെയിനിലെ യാത്ര പോകുമ്പോൾ ചൈനയിലെ ഇരുവശത്തുള്ള ഗ്രാമങ്ങളൊക്കെ കണ്ടാണ് നമ്മൾ പോകുന്നത്. കൃഷിയിടങ്ങളും എല്ലാം കണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പം നമുക്ക് ചൈനയെപ്പറ്റി ഒരു മതിപ്പ് തോന്നും. കാര്യം നമ്മുടെ പിന്നെ ഷാങ്ഹായ് ക്ഷേത്രത്തിൽ ചെന്നിട്ടും അവിടെ അങ്ങനെ ആരും തന്നെ അങ്ങനെ ആൾക്കാരൊന്നും തിരക്കൊന്നുമില്ലായിരുന്നു. ക്ഷേത്രത്തിൽ കയറി നമ്മൾ ബുദ്ധനെ വണങ്ങി അവരുടെ യുവാൻ പൈസ അവിടെ കാണിക്കുകയൊന്നുമില്ല, തട്ടുപോലുണ്ട്, തട്ടയോട്ട് വെച്ചേക്കും ഒരു ചെറിയ വഴിപാടായിട്ട് വെച്ചു നമ്മൾ ബുദ്ധനെ വണങ്ങിച്ച് നമ്മൾ തിരിച്ച് നമ്മളവിടെ നിന്ന് വരുന്നു. അവിടെ പ്രാദേശികമായിട്ട് നമ്മുടെ ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ 37 പേരുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ വേറെ ഒരു 32 പേരുടെ ഗ്രൂപ്പുകാരും വന്നിട്ടുണ്ടായിരുന്നു, വേറെ ട്രാവലുകാരോട്. ഈ ഞങ്ങളല്ലാതെ ആ ക്ഷേത്രത്തിനകത്ത് അവിടുത്തുകാരായിട്ടുള്ള ആരും തന്നെ ആ ക്ഷേത്രത്തെ കണ്ടില്ല. ഒരു പയ്യൻ, ചൈനയിലെ ഒരു പയ്യൻ ആ റോഡ് ഇങ്ങനെ അവിടെ കടന്നു പോകുന്നു. ഒന്ന് ബുദ്ധനെ വണങ്ങി വെച്ചങ്ങ് പോവുക, ഒരു തിരക്കുമില്ല അവിടെ. അതാണ് ആ ക്ഷേത്രത്തിൽ ഒരു അനുഭവം. ഞാൻ ചെല്ലുന്നതിന് 2 മാസം മുമ്പ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ക്ഷേത്രത്തിൽ ചെന്ന എന്ന് അവിടുത്തെ ഗൈഡ് പറഞ്ഞു. അങ്ങനെ അത് എല്ലാവരും ചെല്ലുന്ന ക്ഷേത്രമാണ്. എന്നിട്ടും അവിടെ ആരുമില്ല. അതുപോലെ തന്നെ ചൈനയിലെ ഒരു അനുഭവം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിൽ ചെന്നപ്പം അവിടെ ഇങ്ങനെ ഈ പൂജ ചെയ്യുന്ന ഒരു തിരുവേനിയെ കാണാൻ അവിടെ ഇല്ല. അവിടുത്തെ എല്ലാവരും പാൻറ്റിട്ട 2-3 ജോലിക്കാർ അവിടെ ഇരിക്കുന്നു, മറ്റാരെയും അവിടെ കണ്ടില്ല. അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിന് വെളിയിറങ്ങുമ്പോൾ നമ്മൾ മറ്റ് ശ്രീലങ്കയിലോ സൗത്ത് ആഫ്രിക്കയിലോ ചെന്നാൽ കാണാം ഉസ്താക്കന്മാരും പള്ളിയിലെ അച്ഛന്മാരും ഒക്കെ ഇങ്ങനെ
നടന്നു പോകുന്നതാണ്. പക്ഷേ ചൈനയിൽ കൂടി ആരെയും അങ്ങനെ ഒരു ഒസ്താവിനെ കണ്ടിട്ടില്ല, ഒരു പള്ളിയിലച്ഛനെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ ചെന്നിട്ട് അവനകത്ത് ചെന്ന് കുരിശ് വരച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോയി. അവിടെ ഒരു അച്ഛനില്ല, അതുപോലെ തന്നെ അവിടെ ഒരു ഒന്നുമില്ല. ആദ്യം ചൈനയിൽ സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അവരുടെ ട്രാവലുകാരുടെ ബസ്സിലോട്ട് കയറിയപ്പോൾ ഞങ്ങളുടെ കൂടെ മലപ്പുറത്തു നിന്നുള്ള കുറച്ച് മുസ്ലിം സ്ത്രീകളുണ്ടായിരുന്നു. ആ സ്ത്രീകളുടെ തലേ കറുത്ത തുണികളുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഗൈഡും അവരുടെ ട്രാവൽ ബസ്സിൽ കയറിയപ്പോൾ അവിടുത്തെ ഗൈഡും നമ്മുടെ ഗൈഡുടെ കൂടി എന്ന് പറഞ്ഞ് കറുത്ത തുണി മാറ്റിക്കോളാൻ പറഞ്ഞു തലേന്ന്. എന്നിട്ട് ആ മതത്തിൻ്റെ ഒരു വേഷം അവിടെ പറ്റത്തില്ല, അല്ലാതുള്ള യാത്രകളാണ് ചൈനയിൽ കൂടി നടത്തിയത്. ആ അനുഭവത്തിൽ ലാസ്റ്റ് നമ്മൾ ചൈനയുടെ സെനഷനിൽ ചെന്ന് ഞങ്ങൾ ലാസ്റ്റ് താമസിച്ചത് ചൈനയുടെ അങ്ങേയറ്റം സെനഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ താമസിച്ചപ്പോൾ ഒരു ദിവസം പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളെല്ലാം യാത്ര കഴിഞ്ഞപ്പോൾ റൂമിൻ്റെ വാതിക്കെ ഒരു കാർഡ് കിടക്കുന്നു. ഞാൻ ആ കാർഡ് എടുത്ത് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് നല്ലൊരു പെണ്ണിൻ്റെ പടം, പിന്നെ ഫോൺ നമ്പർ. അപ്പോൾ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു ആൾ നോക്കിച്ച് പറഞ്ഞു, ഈ ഫോണിൽ വിളിച്ച ആ പെണ്ണിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. എനിക്ക് തമാശയായിട്ട് തോന്നി. ചൈനയിലെ കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചാൽ അവിടുത്തെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലും മാളിലും എവിടെ ചെന്നാൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് കണ്ടത്. പുരുഷന്മാരും ജോലിയുണ്ട്, എന്നാലും സ്ത്രീകളെല്ലാം ജോലി ചെയ്ത് 4 മണിയാകുമ്പോൾ സൈക്കിൾ ചവിട്ടി പോകുള്ളൂ. ചൈനയുടെ മാർക്കറ്റിൽ കാണാനുള്ളത്, റോഡിൽ കാണാനുള്ളത് സൈക്കിളെ യാത്ര ചെയ്യുന്നവരാണ് കൂടുതൽ ആൾക്കാർ. നമ്മുടെ ഇവിടുത്തെ പോലെ കാറിൻ്റെയും സ്കൂട്ടറിൻ്റെ ഒന്നും തിരക്ക് അവിടെ ഇല്ല. സൈക്കിളിന് പോകാനും എല്ലാം പ്രത്യേകം സ്ഥലങ്ങളുണ്ട് റോഡിൽ തന്നെ. ഈ സൈക്കിൾ ചവിട്ടി പോകുന്ന ആ സൈഡിൽ കൂടെ കാറ് കയറ്റിക്കൊണ്ട് പോകത്തില്ല. അങ്ങനെയൊക്കെ അനുഭവം ചൈനയിലുണ്ട്. അതാണ് ചൈനയിലെ ഒരു അനുഭവം എന്ന് പറയുന്നത്. തായ്ലൻഡിൽ പോകുന്നത് കൊറോണയ്ക്ക് കുറച്ച് മുമ്പാണ്. തായ്ലൻഡിൽ ചെന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നേരിട്ട് വിമാനത്തിൽ തന്നെ തായ്ലൻഡിൽ ചെന്ന് ബാങ്കോക്കിൽ ചെന്നിറങ്ങാം. ബാങ്കോക്കിൽ ചെന്നിറങ്ങിയിട്ട് ബാങ്കോക്കിൽ നിന്ന് തങ്ങാതെ അവിടെ നിന്ന് നേരെ ബസ്സിന് പട്ടായിലേക്ക് പോവാം. പട്ടായി പോകുമ്പോൾ 2 വശവും അവിടെ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഓരോന്നും കൃഷി ചെയ്തിരിക്കുന്നത് കാണാം. പക്ഷേ പട്ടായി ചെന്നിട്ട് സ്ത്രീകളെ ക്ലബിലൊക്കെ എല്ലാം ഉണ്ട്. ക്ലബ്ബിൽ നിന്ന് സ്ത്രീകളെ ഇങ്ങനെ ഓരോരുത്തർ കൂട്ടി റൂമിലോട്ട് കൊണ്ടുവരുന്നു. ആ ക്ലബ്ബിൽ എൻ്റെ പണം അടച്ച്, ഞാൻ അന്വേഷിച്ച് പറയും, പണം അടച്ചിട്ട് സ്ത്രീകളെ കൂട്ടി ഹോട്ടലിലോട്ട് കൊണ്ടുവരുന്നു, തിരിച്ചവർ കൊണ്ടു. അങ്ങനെ സ്ത്രീകളെ കണ്ട് ഇങ്ങനെ വണ്ടിയിൽ ക്ലബിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊണ്ടുവന്ന് റോഡിൽ നിന്നാലും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇറങ്ങി ഇങ്ങനെ ചുമ്മാ നിൽക്കുവാണെങ്കിൽ ഒരു വണ്ടി വന്ന് നിൽക്കുന്നു, കുറച്ച് സ്ത്രീകളുടെ പടം നമ്മളെ കാണിക്കും. ഒരു ഇതെടുത്ത് ഇതിന് ഏത് വേണം നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അതിനെ കൂട്ടി നമുക്ക് അവിടെ കൊണ്ടുത്തരും. അങ്ങനത്തെ പരിപാടി എല്ലാ പട്ടായി സിറ്റിയിൽ നടക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ കണ്ടതാണ്. അത് ആവശ്യമുള്ളവർക്ക് മതി, എല്ലാവർക്കും ആവശ്യമില്ലാത്തവർക്ക് അതിനെ കൂട്ടിക്കൊണ്ട് അതെല്ലാം അവിടെ ഉണ്ട്. ആ ഹോട്ടലിൽ കൊണ്ടുത്തരും. അതിൻ്റെ പൈസ അവിടുത്തെ തായ്ലാൻഡ് ബാത്താണ്. ഞാനന്ന് പോകുമ്പോൾ നമ്മുടെ ഒരു 1.5 രൂപ കൊടുത്താൽ ഒരു ബാത്ത് കിട്ടും. അത് അവിടുത്തെ മൂല്യമേ ഉള്ളൂ. എന്നാലും സാധനങ്ങൾക്കൊക്കെ തായ്ലാൻഡ് നമ്മൾ മാർക്കറ്റിൽ ചെന്നാലാണേലും എല്ലാം വില കുറവാണ് തായ്ലാൻഡിൽ. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് സാധനം മേടിക്കാം, എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന പെട്ടി തായ്ലാൻഡിൽ നിന്ന് മേടിച്ചൊരു പെട്ടിയാണ്. ടൂറിസ്റ്റുകളെ കണ്ടാണ് അവരോട് കണ്ടമാനം വില കൂട്ടി മേടിക്കുന്ന സ്വഭാവമൊന്നും അവർക്കില്ല. ഹോട്ടലിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ എൻ്റെ റൂമിന് തൊട്ടടുത്ത് ഞങ്ങളുടെ കൂടെ വന്നൊരു ചേച്ചി താമസിക്കുന്നു. ചേച്ചിയും ഭർത്താവും ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ റൂം മീറ്റായിരുന്നുള്ളത്. എൻ്റെ കൂടെ ഉള്ള ഈ ഒറ്റയ്ക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ അതുപോലെ തന്നെ ഒറ്റയ്ക്ക് വരുന്ന ഒരാളെ കൂട്ടും. അങ്ങനെ ടൂർ കൊണ്ടുപോകുന്നു. അങ്ങനെ ഞങ്ങൾ ഇടുമ്പോൾ എൻ്റെ കൂടെ ഉണ്ട ആളും ആ ചേച്ചിയുടെ ഒരാൾ ഇവരെല്ലാം കൂടെ രാത്രി ആയപ്പോഴത്തേക്ക് ഒരു 7 മണി ആയപ്പോഴത്തേക്ക് പുറത്ത് കറങ്ങാൻ പോയി. പുറത്ത് കറങ്ങാൻ പോകുമ്പോൾ ഈ ചേച്ചി ഒറ്റയ്ക്ക് താമസിച്ച ചേച്ചിയുടെ കഥകെ ചെന്നു. നീഗുരു അവിടെ താമസിച്ച് അങ്ങേ റൂമിലെ നീഗുരു വന്ന് കഥകെ കുട്ടിയപ്പോൾ ആ ചേച്ചി നീഗുരു പോയാലാക്കുന്നു എന്നെ. ഞങ്ങൾ പകൽ ഒന്നിച്ച് ചെല്ലുന്ന ഗ്രൂപ്പല്ലേ, എന്നെ വന്ന് വിളിച്ച ഉടനെ ഞങ്ങൾ 2 പേരോട് പിന്നെ താഴെ വന്ന് എല്ലാവരും ഇരിക്കുന്നൊരു സ്ഥലത്ത് വന്നിരുന്നു. അവിടെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് വന്നപ്പം ചേച്ചി തിരിച്ചങ്ങ് പോവുകയും ചെയ്തു. ഇതൊക്കെ അവിടെ ഹോട്ടലുണ്ടായ അനുഭവമാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പാരച്ചൂട്ട് കയറാനായിട്ടാണ് പോകുന്നത്. പാരച്ചൂട്ടെ കയറാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ചെറിയ ബോട്ടിൽ ചെന്നിട്ട് ബോട്ട് വഴി അങ്ങോട്ട് പാരച്ചൂട്ട് വഴി പോകുന്നു. പാരച്ചൂട്ട് അങ്ങ് മുകളിൽ ഇങ്ങനെ നിൽക്കും. നമ്മളതേലും ഇങ്ങനെ ഊഞ്ഞാല ഇരിക്കുന്ന പോലെ ഇരുന്ന് കടൽ വഴി പോകും. ഇത് ഇടയ്ക്ക് കാറ്റിൻ്റെ ഗതി മാറിക്കഴിഞ്ഞാൽ ഇത് താഴെ വീഴും. അവർ പൊക്കി വീണ്ടും അങ്ങ് മുകളിലോട്ട് പോകും. അങ്ങനെയുള്ളൊരു യാത്രയുണ്ടായിരുന്നു. ആ യാത്ര ആദ്യം ഭയം തോന്നി, പിന്നെ ഭയമില്ല. എനിക്ക് പ്രായമായെങ്കിലും ഞാനത് കയറി എല്ലാം നടന്ന് ആ പാരച്ചൂട്ടൊക്കെ കണ്ട് യാത്രയെ കണ്ട് അതിലെ ഇങ്ങോട്ട് പോകുന്നത്. തായ്ലാൻഡിലെ യാത്രയൊക്കെ നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞു. പിന്നെ ഈ ക്ലബിനകത്തെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഴിയെ നമ്മളെല്ലാം കൂടെ അന്ന് വൈകിട്ട് രാത്രി ഒരു 7 മണി ആയപ്പം സന്ദർശിക്കാൻ പോയി. ഞങ്ങളുടെ ഗൈഡും കൂടെ ഉണ്ടായിരുന്നു. അന്നേരമാണ് ഈ ക്ലബ്ബിൽ നിന്ന് 2 സ്ത്രീകളെ വന്നിട്ട് ക്ലബിനകത്തോട്ട് എന്നെ ഇങ്ങനെ വിളിച്ചിങ്ങനെ കയ്യാൽ. അപ്പോൾ ഞാനിങ്ങനെ ഇല്ലെന്ന് പറഞ്ഞ ഉടനെ അവരങ്ങ് പോയി. പക്ഷെ അവരുടെ ഒരു അനുഭവം എന്ന് പറയുന്നത് എൻ്റെ കൂടെ എന്നേക്കാൾ ചെറുപ്പക്കാരായ പിള്ളേർ, പക്ഷെ ആ പിള്ളേരെ അവർ വിളിച്ചില്ല.
അത് കഴിഞ്ഞ് എൻ്റെ കൂടെ റീച്ച എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നു. അവിടെ ഒരു അഡ്വക്കേറ്റാണ്. ആ കൊച്ചിങ്ങനെ പ്രിൻ്റ് ചെയ്യുന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, മോളെ ഈ പെണ്ണുങ്ങളെല്ലാം ഒന്ന് കയ്യെ പിടിക്കാനല്ലേ കൊച്ചിനോട് പോയി, പിന്നെ അപ്പച്ചനെ ഇപ്പോൾ അങ്ങോട്ട് പിടിച്ചിട്ട് വിട്ടോളെന്ന് കൊച്ചു പറഞ്ഞ മറുപടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം അവിടെ ഉണ്ട്. പട്ടായി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന സംഭവമാണ്. എന്നാൽ ബാങ്കോക്കിൽ വന്നപ്പോൾ തിരിച്ച് ഞങ്ങൾ ബാങ്കോക്കിൽ ഒന്നൊരു ദിവസം താമസിച്ചു. ബാങ്കോക്കിൽ താമസിച്ചപ്പോൾ ഇങ്ങനെ ഒരു 4 മണിയായപ്പോൾ ഇങ്ങനെ സ്ഥലം ഇങ്ങനെയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങി നടക്കുമ്പോൾ ഒരു ക്ലബിൻ്റെ വാതിൽക്ക് കുറച്ച് സ്ത്രീകളെ നിൽക്കുന്നു. അപ്പം ഞാൻ അങ്ങോട്ടൊന്ന് നോക്കി, ഇത് ക്ലബ്ബാണല്ലോ എന്ന് മനസ്സിലാക്കി നോക്കിയാൽ ഒരു സ്ത്രീ അവരിങ്ങനെ അവിടെ ആണുങ്ങൾ വേഷം കെട്ടി ഇങ്ങനെ സ്ത്രീയായിട്ട് നിൽക്കുന്നതിൻ്റെ പറച്ചിലുണ്ട്. എന്നാൽ ആണല്ല, ഞങ്ങൾ പെണ്ണാണ് തന്നെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ കാണിക്കുക അവിടെ വന്നുകൊണ്ട്. ആ അനുഭവം അവിടെ ഉണ്ടായി. ഇതൊക്കെ ആ ബാങ്കോക്കിലെയും പട്ടായയിലും ഒരു അനുഭവം എന്ന് പറയുന്നത് യാത്രയിൽ. ഈ പോയിട്ടുള്ള രാജ്യത്ത് വെക്കും അങ്ങനെ ഒരു സ്ഥലം അവിടെ മാത്രമേ ഉള്ളൂ. ഈ പരസ്യമായിട്ട് ഈ സ്ത്രീകൾ വിളിക്കുന്ന സ്ഥലമൊക്കെ ഞാൻ അവിടെ കണ്ടുള്ളൂ. പിന്നത്തെ യാത്രയെന്ന് പറയുന്നത് കോവിഡിന് ശേഷമുള്ള യാത്രകളായിരുന്നു. അത് ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ പോയി. സൗത്ത് ആഫ്രിക്കയ്ക്ക് പോകുന്നത് നമ്മൾ നേരെ ബോംബെ ചെന്നിട്ട് ബോംബെ നേരെ എത്യോപ്യയിലാണ് എത്തുന്നത്. എത്യോപ്യയിൽ 2 ദിവസം. എത്യോപ്യ അവർ കാണേണ്ട സ്ഥലങ്ങളാണ്, എല്ലാം പാവങ്ങളാണ്. നമുക്ക് വളരെ കണ്ടാൽ നമുക്ക് അവരുടെ ആ ജീവിത രീതി കണ്ടാൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. എങ്കിലും അവരും പോയി. അത് കഴിഞ്ഞ് എത്യോപ്യയിൽ നേരെ സിംബാബ്വെ, സാംബിയ. അവിടെ ഞങ്ങളൊരു വെള്ളച്ചാട്ടത്തിന്, വിക്ടോറിയ പേഴ്സ് വെള്ളച്ചാട്ടത്തിന് തൊട്ടിപ്പുറം ഒരു ഹോട്ടലിലാണ് താമസം. പിറ്റേ ദിവസം പിന്നെ അവിടുന്ന് രാവിലെ ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ അതൊരു നല്ല 1 കിലോമീറ്ററോട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക, കൂടിയിട്ട് വീണിട്ട് ആ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് കുറച്ച് ഭാഗത്ത് മഴ പോലെ പെയ്യുക. അപ്പോൾ നമ്മളൊരു മഴക്കോട്ടൊക്കെ ഇട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അത് പലരും ഈ സൈഡ് വീട്ടിൽ റോഡിൽ നടന്നു പോകുമ്പോഴത്തേക്ക് ക്ഷീണിച്ചിരിക്കും. അത്ര നല്ല വെള്ളച്ചാട്ടം കാണേണ്ടതുമാണ്. അവിടുന്ന് പിന്നെ ഞങ്ങൾ ബസ്സിനാണ് ജോഹന്നാസ്ബർഗിലേക്ക് പോകുന്നത്. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9954442222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. നമ്മൾ രാജ്യങ്ങളിൽ പോകുമ്പോഴൊക്കെ 5 സ്റ്റാർ ഹോട്ടലിലും 4 സ്റ്റാർ ഹോട്ടലിലൊക്കെയാണ് താമസിക്കുന്നത്. അങ്ങനെ താമസിക്കുമ്പം അവിടുത്തെ ഈ സ്റ്റാർ ഹോട്ടലിലെ ഫുഡെന്ന് പറയുമ്പോൾ നമ്മൾ ഏത് രാജ്യത്ത് പോയാലും ഇപ്പോൾ ഈ അവസാനം വരെയുള്ള കാര്യമൊക്കെ മിക്കവാറും ഒന്നുപോലുള്ള ഫുഡുകളാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രൈഡ് റൈസ് പോലെ ചോറോടെ ഉണ്ടാക്കി വെക്കും, പിന്നെ ചിക്കൻ കാണും. അത് സൗത്ത് ആഫ്രിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഹോട്ടലിൽ ഇങ്ങനെ ആഹാരമെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക, നമ്മൾ ഇഷ്ടമുള്ള എടുത്ത് കഴിക്കുക. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ പുള്ളിമാൻ്റെ ഇറച്ചി എന്നുള്ള അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഗൈഡുണ്ട്, ഇത് പുള്ളിമാൻ്റെ നമ്മളോട് പറഞ്ഞു തരും. അവനെ മുതലേ ഇറച്ചി, ഒട്ടകത്തിൻ്റെ ഇറച്ചി എല്ലാ ഹോട്ടലിലുണ്ട്. ആ 2 ഇടത്തും ഉണ്ടായിരുന്നു. അപ്പം ഇതെന്താ അതിൻ്റെ ടേസ്റ്റ് എന്നറിയാൻ വേണ്ടി നമ്മൾ കഴിച്ചിട്ടില്ല പോലും ഈ ഒട്ടകത്തിൻ്റെയും മുതലയുടെയും പുള്ളിമാൻ്റെയൊക്കെ എടുത്ത് കുറച്ച്. ഈ ഒട്ടകത്തിൻ്റെ ഇറച്ചി എന്ന് പറയുന്നത് നമ്മുടെ ഈ പോത്തിറച്ചിയുടെ ഏതാണ്ടൊരു രീതിയാണ്. പുള്ളിമാൻ്റെ ഇറച്ചി നമ്മുടെ ആട്ടിറച്ചിയുടെ സ്വഭാവമാണ്, ഇച്ചിരി പുളി കൂടുതലുണ്ടെന്നുള്ളൂ. മുതലിറച്ചി അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പന്നിയിറച്ചിയുടെ പോർക്കിൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. ഇതെല്ലാം ഞാൻ ഞങ്ങളെല്ലാം ഒന്ന് സാമ്പിൾ എടുത്ത് കുറച്ച് കഴിച്ച് നോക്കി അതിൻ്റെ രുചി അറിയാൻ വേണ്ടി കഴിച്ചെന്നുള്ളൂ. അത് കഴിഞ്ഞ് അവിടുന്ന് ബസ്സേ വീണ്ടും ജോഹന്നാസ്ബർഗിലേക്ക് പോയി. ജോഹന്നാസ്ബർഗിൽ ചെന്ന് കഴിഞ്ഞപ്പം നമ്മുടെ ഗാന്ധിജി താമസിച്ച ആ പുല്ലുമേഞ്ഞ വീട്, ആ പുല്ലുമേഞ്ഞ് തന്നെ ഇപ്പോഴും നിലനിർത്തിക്കുന്ന ഭിത്തിയൊക്കെ തേച്ച് വൃത്തിയാക്കിയിട്ട് ഗാന്ധിജി കിടന്ന പുൽപ്പായും ഒക്കെ തീർത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതാണ് ഗാന്ധിജിയുടെ ആ വീട്, അന്ന് ഗാന്ധിജി താമസിച്ച വീടാണ്. പിന്നെ ഗാന്ധിജിയുടെ പ്രതിമകൾ സിറ്റിയിൽ പലയിടത്തും കാണാൻ കഴിഞ്ഞു. ആ ഗാന്ധിജി യാത്ര ഇന്ത്യയിലോട്ട് മടങ്ങിപ്പോരുന്ന സമയത്ത് ഗാന്ധിജി പോരുമ്പോൾ കുറച്ച് ആൾക്കാർ ഇന്ന് കരയുന്ന ഫോട്ടോകൾ പലയിടത്തും അവിടെ ഗാന്ധിജിയുടെ വീട്ടിൽ കാണാൻ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ജോഹന്നാസ്ബർഗിൽ നിന്ന് പിന്നെ നേരിട്ട് കേട്ടോമിലോട്ടാണ് പോകുന്നത്. അതവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് കേട്ടോമിൽ ചെന്നിട്ട് കേബിൾ കാർ വഴി മലയുടെ മണ്ടയിലൊക്കെ കയറുന്നു. കേട്ടോം മൊത്തം കാണാം. ആ കേട്ടോമിൽ നിന്ന് പിന്നെ പോകുന്നത് ഒരു കപ്പലയിൽ കുറച്ച് യാത്ര ഉണ്ടാകും അതിലെ കടൽ വഴി. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ അവർ പറയുന്നത് പിന്നെ അതിനപ്പുറത്തോട് പ്രപഞ്ചം ഇല്ലെന്നാണ് പറയുന്നത്. പ്രപഞ്ചം തീരുന്നൊരു ഭാവമാണ് കേട്ടോമിൻ്റെ അങ്ങേറ്റം എന്നാണ് പറയുന്നത്. കപ്പല യാത്രയും കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ നിന്ന് പോരുക. നമ്മൾ പാക്കേജില്ലേ പോകുന്നത്, അവിടെ ആ ദിവസം കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് പോരുക. പോകുന്ന കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് പിന്നെ ഞാൻ പോകുന്നത് അമേരിക്ക പോയായിരുന്നു. അമേരിക്ക പോകുമ്പം അപ്പോഴത്തേക്ക് ഞാൻ 3 വാക്സിനേഷൻ എടുത്തു. കുത്തിവെയ് കോവിഡിൻ്റെ കഴിഞ്ഞ സമയത്ത് ഈ
സർട്ടിഫിക്കറ്റ് കാണിക്കണം നമുക്ക്. ഇവിടുത്തെ കൊച്ചിയിൽ നമ്മുടെ നെടുമ്പാശ്ശേരിയിലെ സർട്ടിഫിക്കറ്റ് കാണിക്കണം, അമേരിക്കയിൽ നിന്ന് പോരുന്ന സമയത്ത് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ആ സർട്ടിഫിക്കറ്റ് കാണിക്കണം. ആ 3 വാക്സിനേഷൻ എടുത്ത്. അപ്പോൾ പോരുന്ന സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഈ സർട്ടിഫിക്കറ്റ് പാർസൽ ചെയ്ത പെട്ടിക്ക് എത്താൻ വെച്ചത്, അതങ്ങ് ബുക്ക് ചെയ്ത് പോയി. ലാസ്റ്റ് എൻ്റെ ഫോണിലുണ്ടായിരുന്നു, അത് കാണിച്ചു മതിയെന്ന് പറയും. അങ്ങനെ അവിടെ നിന്ന് പോന്നു വെച്ച്. പിന്നെ അമേരിക്കയിലെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും നമ്മൾ നേരെ ഇവിടെ നിന്ന് അമേരിക്കയിൽ ചെന്ന് ന്യൂയോർക്ക് ചെന്നിറങ്ങുന്നു. ന്യൂയോർക്കിൽ നിന്ന് അന്ന് അവിടെ നമ്മൾ താമസിക്കുന്നു. ഏതാണ്ട് 32 നിലയുള്ള ഹോട്ടലാണ്. അപ്പം എൻ്റെ കൂടെ അന്ന് യാത്ര വരാമെന്ന് പറഞ്ഞിരുന്ന ആളിന് വരാനൊത്തില്ല അമേരിക്കയിൽ. ആ ആള് വരാൻ കഴിഞ്ഞ ആ റൂമും കാര്യമെല്ലാം പിന്നെ എനിക്ക് ഒറ്റയ്ക്കായിരുന്നു. ഞാൻ അന്ന് ആ റൂമിൽ ഞങ്ങളവിടെ താമസിച്ച് അന്ന് അവിടെ നിന്ന് പോയി നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോയി. അപ്പോൾ നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോയപ്പോൾ അവിടെ നിന്ന് ചെന്ന് ബോട്ടേ കയറണം. അപ്പോൾ വെള്ളം വന്ന് വീഴുമ്പോൾ അതിൻ്റെ ശക്തി നമ്മുടെ ഈ ബോട്ടിനകത്തോട്ട് വരും, വെള്ളം അടിച്ച് കയറും. അപ്പോൾ അതിനൊരു പ്രത്യേകിച്ച് ഉടുപ്പ് അവരും തരുന്നുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ തരും. നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു മഴക്കോട്ട്. അതിൻ്റെ കൂടാതെ അവരോട് ഒരെണ്ണം തരും, എൻ്റെ മണ്ടയിട്ടാണ് അതിനൊക്കെ യാത്ര ചെയ്തത് നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ കൂടെ. ആ വെള്ളച്ചാട്ടം കഴിഞ്ഞോട്ട് വരുമ്പം കയറി ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു അനുഭവം എന്ന് പറയുന്നത്, 2 ഇങ്ങനെ ഇട്ട കോട്ട് വഴി കിടക്കുന്നു. ഇത് ഇടുന്ന ഒരു സ്ഥലം പ്രത്യേകിച്ചുണ്ട്, ഈ കോട്ട് കൊണ്ടിടുന്ന സ്ഥലത്ത് ഊരിയിടുന്നത്. അപ്പോൾ 2 എണ്ണം വഴി കിടക്കുന്നു. ഞാൻ ആ 2 എണ്ണം അവിടെ നിന്ന് എടുത്ത് എൻ്റെ കോട്ടോടെ ഊരി കൊണ്ടുപോയി ആ കോട്ടെല്ലാം സൂക്ഷിച്ചിടുന്നിടത്തിട്ടപ്പോൾ അവിടെ നിന്ന് അവിടുത്തെ ഒരു ജോലിക്കാരൻ ഓടി വന്ന് എനിക്ക് കൈ തന്നു. അപ്പോൾ എന്നെ ഞാൻ തന്നെ നോക്കി തന്നെ ആ 2 വഴി കിടന്ന കോട്ടെടുത്ത് അവിടെ കൊണ്ട് ഇട്ടേനാ. എന്നോട് ആ സന്തോഷം പ്രകടിപ്പിച്ച് എൻ്റെ ഗൈഡിനോട് ആ പുള്ളി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ എന്നെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞാൽ കിട്ടും. അത്ര വേസ്റ്റ് വഴിയിലൊക്കെ ഇടുന്ന കാര്യത്തിൽ അത്ര ശ്രദ്ധയുള്ള രാജ്യമാണ് ഈ യൂറോപ്യൻ രാജ്യം, അമേരിക്കയൊക്കെ തന്നെ. അങ്ങനെ കിടക്കുന്ന അങ്ങനെ അപ്പോൾ ആ ഒരു ചെറിയ കാര്യത്തിന് പോലും അത്രയും സന്തോഷമായിട്ട് അവർ നമുക്ക് നന്ദി പറഞ്ഞപ്പോൾ. അപ്പോൾ പിന്നെ നാസയിൽ ഞാൻ ചെല്ലുമ്പോൾ കാണാൻ കഴിഞ്ഞത് ആദ്യം ചന്ദ്രനിൽ പോയ പേടകം അവിടെ ഇരിപ്പുണ്ട്. അത് ആദ്യം ചന്ദ്രനിൽ പോയി ആ പേടകം കണ്ടു. അത് കഴിഞ്ഞ് നാസയിൽ ഒരുപാട് ശാസ്ത്രീയപരമായ ഓരോ പരീക്ഷണം നടത്തുന്നതിൻ്റെ കാര്യമൊക്കെ നമുക്ക് അതിനകത്ത് കയറി കാണാം, എല്ലാം കാണാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തന്നെ നമ്മുടെ അമേരിക്കയിലാണെങ്കിൽ അവരുടെ പാർലമെൻറ്റിൻ്റെ കോമ്പൗണ്ടിനകത്ത് നമുക്ക് കയറാം. കോമ്പൗണ്ടിൽ കയറി നമുക്ക് DC കയറി നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം. അതിനൊക്കെ അവർക്ക് തടസ്സമൊന്നുമില്ല. ഇന്ത്യൻ പാർലമെൻറ്റ് കാണിക്കാൻ കൊണ്ടുപോയാൽ ദൂരെ നിർത്തിയിട്ട് 2 കിലോമീറ്റർ ദൂരെ അതേ ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് കാണിക്കത്തുള്ളൂ. പക്ഷെ അമേരിക്ക അതിനകത്ത് കയറാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അമേരിക്കൻ യാത്ര രസമായിരുന്നു. പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൗണ് കേന്ദ്രീകരിച്ച് മാത്രം അമേരിക്കയിൽ ആൾക്കാർ താമസിക്കുന്നത്. നമ്മൾ ന്യൂയോർക്കിൽ നിന്ന് വാഷിങ്ടണിലോട്ട് ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ ബസ്സിൽ പോകുന്ന സമയത്ത് 2 വശവും കാട് പിടിച്ചിങ്ങനെ കിടക്കുക, മനുഷ്യ താമസമില്ലാതെ. മനുഷ്യ താമസം നല്ല റോഡാണ്. പക്ഷേ പിന്നെ ഒത്തിരി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒരു പെട്രോൾ പമ്പോ കുറച്ച് ആൾക്കാരും പിന്നെ അങ്ങനെ ആൾ താമസമേ ഇല്ല, കാടാണ് മിക്കാറും. അങ്ങനെയാണ് ടൗണ് കേന്ദ്രീകരിച്ച ആൾക്കാരുള്ളത്. അപ്പം ഞാൻ അവിടെ അന്വേഷിച്ച് എന്താ ഇവിടെ ഇങ്ങനെ ആളില്ല, നമ്മുടെയാണ് ഞങ്ങളുടെ. അപ്പം അന്വേഷിച്ചപ്പോൾ പറഞ്ഞെന്നു ചോദിച്ചാൽ 33 കോടി ജനമല്ല ഉള്ളൂ, നമ്മുടെ ഇന്ത്യയുടെ ഒരു 3.5 ഇരട്ടി വലിപ്പമില്ലേ. അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഒരു 10 കോടി ജനമുണ്ട്, എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞുള്ള അവസ്ഥയാണ്. ആൾക്കാർ താമസവുമില്ല. എന്നാൽ എല്ലാവരും നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്, ജോലി ചെയ്ത് എല്ലാം നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നത്. തെരുവിലൊരു പട്ടിയെ കാണാനില്ല. അതുപോലെ തന്നെ തെരുവിൽ നമ്മൾ ഈ ആൾക്കാർ കൂടുന്നിടത്ത് നമ്മൾ കൈ നീട്ട പിഷ്ടക്കാരും ഇല്ല. എല്ലാം നല്ല സന്തോഷമായ കാര്യം അമേരിക്കയിലെ യാത്ര എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് പോയ അർമേനിയാണ്. അത് പോയിട്ട് വന്നിട്ട് ഇപ്പം 2 ആഴ്ചയായുള്ളൂ. അർമേനിയയിൽ മൊത്തം തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. അർമേനിയ മൊത്തം ഐസ് മലകളാണ്. ഈ ഐസ് മലയുടെ മല തുരന്നെടുത്ത 1000 കൊല്ലോ 800 കൊല്ലോ മുമ്പ് പഴക്കമുള്ള പള്ളികളാണുള്ളത്. ആ പള്ളി അതേപോലെ തന്നെ തേക്കാതെ നിർത്തിയിരിക്കുകയാണ്. അതാണ്ട് 9 പള്ളിയിലെങ്ങാണ്ട് ഞാൻ ഉദ്ദേശം കയറിയിട്ടുണ്ട്. ആ പള്ളികളിൽ ചെന്ന് കഴിഞ്ഞാൽ പല പള്ളിയിലും ആളില്ല, ചുമ്മാ പള്ളി ഇരിക്കുകയാണ്. ചില പള്ളിയിൽ ചെന്നപ്പം അച്ഛനവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ പള്ളിയിൽ അവിടെ എല്ലാവർക്കും ഇന്ന് ഇരിക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പള്ളിക്ക്, പക്ഷേ ആ പള്ളിയും തേച്ചിട്ടൊന്നുമില്ല, പഴയ പള്ളിയാണ്. ആ രീതിയിൽ അവിടുത്തെ പള്ളികളും കാര്യങ്ങളൊക്കെ. പള്ളിയിലോട്ട് കയറി പോകുമ്പോൾ ഈ ഐസ് കട്ട ഇങ്ങനെ വീണിട്ട് ഈ നട ഇങ്ങനെ മൂടിക്കിടക്കുക. അപ്പോൾ തെന്നാതെ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം കയറി പള്ളിയിലോട്ട് പോകാനായിട്ട്. അവനെ ഇങ്ങനെ ഐസിനകത്തെല്ലാം ഐസ് നോക്കിക്കഴിഞ്ഞാൽ മലയിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഐസ് ഇങ്ങനെ മൂടിക്കിടക്കുന്ന മലകളാണ് കാണുന്നത്. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അത്രയും ഐസ് മൂടിക്കിടക്കുന്ന മഞ്ഞ് മലയിൽ കൂടി യാത്ര. റഷ്യയിൽ പോയിട്ട് അങ്ങനെ സ്ഥലം കണ്ടു, പക്ഷേ അതിൽ യാത്രയില്ലായിരുന്നു. അല്ലാതെ ഈ പറഞ്ഞ ഇതുപോലുള്ള അതിനകത്തോടുള്ള യാത്ര അർമേനിയയിൽ നടത്താൻ കഴിഞ്ഞു. പിന്നെ ഒരു 15 ലക്ഷം പേരെ തുർക്കികൾ വന്ന് കൂട്ടക്കുരുതി നടത്തിയ സ്മാരകം, അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സ്മാരകം കാണാനും കഴിഞ്ഞു അർമേനിയയിൽ. അതുപോലെ തന്നെ തുർക്കി പോയായിരുന്നു. തുർക്കി ചെന്നപ്പോഴും ഞാനേതാണ്ട് 7-8 പള്ളി കയറി. ചില പള്ളിയുടെ ക്രിസ്തുവിൻ്റെ ഫോട്ടോ ഇരിപ്പുണ്ടോ,
ആ പള്ളി മുസ്ലിം പള്ളിയായപ്പോൾ. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ആ കാലഘട്ടത്തിൽ ഈ ക്രിസ്ത്യാനികളെ ഉണ്ടായിരുന്നവരെല്ലാവരും കൊന്നിട്ട് ഈ പള്ളിയെല്ലാം അവർ പിടിച്ചെടുത്തതാണ്. പിന്നെ അന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടവർ ഗ്രീസിലോട്ടും പല രാജ്യത്തോട്ടും അഭയം പ്രാപിച്ചു പോയത്. അവിടുത്തെ ഗൈഡ് പറഞ്ഞെന്ന് ആ ഒരു കാലഘട്ടം അവിടെ അങ്ങനെ നടന്നതാണ്. അതാണ് തുർക്കിയുടെ ഒരു അനുഭവം. പിന്നെ തുർക്കി ബലൂൺ യാത്രയൊക്കെ ഉണ്ടായിരുന്നു. ബലൂണിൽ നമ്മൾ കയറി, അതും പേടിയുള്ളവർ കയറണ്ട. ബലൂണിൻ്റെ വലിയ ബലൂൺ പോലെ അത് തീ കത്തിച്ചിട്ട് ബലൂൺ ഇങ്ങനെ പൊങ്ങിപ്പോവുക, പൂന്ന് തീ പോവും. എന്നിട്ട് അടിയിൽ ഇങ്ങനെ തൊട്ടിയുണ്ട്, ആ തൊട്ടിക്കകത്താണ് നമ്മൾ കയറിയിരിക്കുക. എന്നിട്ട് നമ്മൾ താഴെ നോക്കുമ്പം വലിയ ഇതാണ്, പക്ഷേ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ നോക്കുമ്പോൾ ഒരു കോഴിമുട്ട പോലെ കാണത്തുള്ളൂ. അതങ്ങനെ അതിലെല്ലാം കറങ്ങിയിട്ട് കൊണ്ട് നമ്മൾ താഴെ കൊണ്ടെത്താം. അത് തുർക്കിയിൽ അങ്ങനെ പോയപ്പോൾ ഞാൻ അത് കണ്ട. അവിടെ അതുപോലെ തന്നെ തുർക്കി നല്ല യാത്രയാണ്. അതുപോലെ തന്നെ മനുഷ്യൻ 2000 1500 വർഷങ്ങൾക്ക് മുമ്പ് കല്ലിനള്ളയിൽ ജീവിച്ചിരുന്ന ആ കല്ലിൻ്റെ അള്ള അതുപോലെ തന്നെ ഇപ്പോഴും വെച്ചിരിക്കുക കാഴ്ച കാണാൻ വേണ്ടി. കല്ലിനള്ളയിലാണ് മനുഷ്യൻ താമസിച്ചത്. ആ കല്ലിങ്ങനെ പാറക്കല്ല് തുറന്നെടുത്ത്. അപ്പം ഞാൻ തമാശന് അവിടുത്തെ ഗൈഡ് നമ്മുടെ ഗൈഡും കൂടെ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ആ കല്ലിനള്ളയിൽ താമസിച്ച ആൾക്കാരാണോ ഈ പുതിയ വര വെച്ച് താമസിക്കുന്നത് ചോദിച്ചപ്പോൾ അവർ ചിരിക്കുക. അതുപോലെ ഇപ്പറേ അവിടെ പുതിയ ആധുനിക വരയുണ്ട്, താമസിക്കുന്നുണ്ട് ആൾക്കാർ. എന്നാൽ നമ്മൾ ഈ രാജ്യങ്ങളെല്ലാം പോകുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് ചെറിയ ചെറിയ വീടുകളാണ്. നമ്മുടെ കേരളത്തിലെ പോലെ ആഡംബരമായ വീടുകളൊന്നും അമേരിക്കയിൽ കാണാനില്ല. ടൗണിൽ പോലും കാണാറില്ല. വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്, പക്ഷേ വീടെല്ലാം ചെറുതാണ്. അത് ലോകത്ത് എവിടെ പോയാലും കാണാൻ കഴിയുന്നത്. യൂറോപ്പിൽ ചെന്നപ്പോഴും ഇംഗ്ലണ്ടിൽ ചെന്നപ്പോഴും പെര ചൂടാക്കുന്ന പെരകളൊക്കെ കാണും, ചെറിയ ചെറിയ വീടുകളാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ആണ് ഇങ്ങനെ ഒരു 2 കൊച്ചുങ്ങളും ഒരു തള്ളയുള്ള വീട്ടിൽ അടി 4 മുറി മുകളിൽ 4 മുറി വലിയ വീടുകളൊക്കെ പണിയുന്നത്. ആ വീടുകളൊന്നും അവിടെ ചെന്ന് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ 41 രാജ്യങ്ങളാണ് പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഉദ്ദേശിക്കുന്നത് അസർബൈജാൻ പോകണമെന്നൊരാഗ്രഹം. അസർബൈജാൻ പോകാനിരുന്നിട്ട് അന്നേരം ഈ പാക്കേജ് ഇല്ലാഞ്ഞതിൻ്റെ വലിയ അർമേനിയ പോയത്. അതുകൊണ്ട് ഇനി ഞാൻ അസർബൈജാൻ പോയി കാണണമെന്നുണ്ട്. അവിടെ ഈ 200 വർഷമായിട്ട് തീ കത്തിക്കൊണ്ടിരിക്കുന്ന മലകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ വെള്ളത്തിൽ നിന്ന് തീ കത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അർമേനിയയിൽ, അല്ല അസർബൈജാനിൽ. അപ്പോൾ ആ അസർബൈജാനും കൂടെ പോകണമെന്നൊരാഗ്രഹമുണ്ട്. അതിപ്പം ഒരു 6 മാസം കഴിഞ്ഞേ ഉള്ളൂ. അങ്ങനെ കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്.